നമസ്കാരം. ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിനു പിന്നാലെ ഈയൊരു വാർത്ത ഇപ്പോൾ ഇസ്രായേലും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഇന്റലിജൻസിനെ മറികടക്കാൻ ഖമേനിക്ക് കഴിഞ്ഞില്ല. ഖമേനിയെ കൂടാതെ ഇറാനിലെ സുപ്രധാന നേതാക്കളെയും വധിച്ചെന്ന് ട്രംപ് അവകാശപ്പെട്ടു. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ഖമേനി കൊല്ലപ്പെട്ടെന്ന് ട്രംപ് കുറിച്ചത്. അതേസമയം ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള ഖമേനിയുടെ വസതിയും ഓഫീസും മിസൈൽ ആക്രമണത്തിൽ തകർത്തുവെന്നാണ് അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെട്ടത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ഈ ആക്രമണത്തിന് ശേഷം ഖമേനിയെക്കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. അതേസമയം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിൽ ഖമേനി മാറി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇസ്രായേലും അമേരിക്കയും സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ പ്രസിഡന്റും പൂർണ്ണ സുരക്ഷിതനാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അവകാശപ്പെട്ടത്. അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ഖമേനിയും ഒളിത്താവളത്തിലേക്ക് മാറിയത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഖമേനിയുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലുമായി നടത്തിയ നീക്കത്തിൽ നിന്ന് ഖമേനിക്ക് സ്വയം രക്ഷപ്പെടാനോ കൂടെ കൊല്ലപ്പെട്ടവരെ രക്ഷപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡ് സൈന്യം തുടങ്ങി പലരും ഇനി പോരാടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തങ്ങളിൽ നിന്ന് സംരക്ഷണം തേടുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും ട്രംപ് പറഞ്ഞു. ഖമേനിയുടെ മരണം മാത്രമല്ല, വെറും ഒരു ദിവസം കൊണ്ട് ആ രാജ്യം വലിയ രീതിയിൽ നശിപ്പിക്കപ്പെടുകയും ചെയ്തെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ശനിയാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഖമേനിയുടെ ഔദ്യോഗിക വസതിയും ഓഫീസും ഉൾപ്പെടുന്ന സമുച്ചയത്തിന് നേരെ 30 ബോംബുകൾ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സമുച്ചയത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഖമേനി ഒരു ഭൂഗർഭ ബങ്കറിലായിരുന്നുവെന്നും എന്നാൽ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ലെന്നുമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലാകെ സംഘർഷം പടർന്നു. ഇസ്രായേലിന് പുറമെ ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തിയതോടെ മേഖല വലിയൊരു യുദ്ധത്തിന്റെ വക്കിലാണ്. 1989 റുഹുള്ള ഖമേനിയുടെ മരണശേഷമാണ് അലി ഖമേനി അധികാരമേറ്റത്. കഴിഞ്ഞ 36 വർഷമായി ഇറാനിലെ അവസാന വാക്ക് ഖമേനിയുടേതായിരുന്നു. ആ ഖമേനിയെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ച് പോരാടിയത്. അതുകൊണ്ട് തന്നെ ഖമേനി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതേസമയം വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും പൂർണ്ണ സജ്ജമാണ്. ഇന്നലെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നു. ഇത് അമേരിക്കയെയും ചൈനയെയും ഒരുപോലെ ബാധിക്കും. എന്തായാലും പശ്ചിമേഷ്യ യുദ്ധകാഹളത്തിൽ മുഴങ്ങിയിരിക്കുകയാണ്. പലരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. മരണസംഖ്യ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഒരു സ്കൂളിലെ 100ഓളം കുട്ടികൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. പെൺകുട്ടികൾ പഠിക്കുന്ന ഇറാനിലെ സ്കൂളിലേക്കാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മിസൈൽ പതിച്ചത്. ഇതിലാണ് നിരവധി മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും പോരാട്ടം തുടരുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ട്രംപ് രംഗത്തെത്തിയത്. തിരിച്ചടിയുമായി ഇറാനും മുന്നിലുണ്ട്.